കോർപ്പറേഷന് ബി.ജെ.പിക്ക് കിട്ടിയത് 22.46% വോട്ട്. ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെയും ബി.ജെ.പിയെയും CPM-നെയും പരിഗണിച്ചാൽ ബി.ജെ.പി കൊല്ലത്തുണ്ടാക്കിയ നേട്ടം ഇങ്ങനെയാണ്. ഒന്നുകിൽ കൊല്ലം കോർപ്പറേഷനിലെ ഒറ്റയ്ക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയ പാർട്ടി, ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ഉറപ്പ്. കാരണം ഇടത് UDF മുന്നണികൾക്ക് കൊല്ലത്ത് അനേകം ശക്തരായ സഖ്യകക്ഷികളുണ്ട്. അത് CPI ആയും RSP ആയും ലീഗായും കേരള കോൺഗ്രസ് ആയും അങ്ങനെ ഇടതും വലതും അനേകം കക്ഷികളുള്ളപ്പോൾ കൊല്ലത്തേറെക്കുറെ നെഞ്ചു വിരിച്ച് ബി.ജെ.പി ഒറ്റയ്ക്ക് തന്നെ ഒരു പോരാട്ടം നടത്തി വാങ്ങി 22.46% വോട്ടുകൾ. ഇനി മുൻ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ മാത്രമല്ല കൗൺസിലർമാരുടെ എണ്ണത്തിലും കൊല്ലത്ത് കോർപ്പറേഷൻ ബി.ജെ.പി കുതിച്ചു കയറി. 2020 ബി.ജെ.പിക്ക് 6 കൗൺസിലർമാർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 2025 അവർക്ക് 12 മാറി. 10 ഡിവിഷനുകളിൽ അവർ 2ാം സ്ഥാനത്തെത്തി. കൊല്ലം കോർപ്പറേഷനിൽ ഇടതുമുന്നണിക്ക് എത്ര സീറ്റ് എന്നറിയണം. കൊല്ലം കോർപ്പറേഷൻ ഇക്കാലം അത്രയും ഭരിച്ച ഇടതുമുന്നണിക്ക് വെറും 16 കൗൺസിലർമാരാണുള്ളത്, ബി.ജെ.പിക്ക് 12. കൊല്ലത്തെ ബി.ജെ.പിയുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്കും വോട്ട് ശതമാനത്തിലും കൗൺസിലർമാരുടെ എണ്ണം ഇരട്ടിയാക്കിയതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കേണൽ S. ഡിന്നി എന്ന റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്.